ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുക്കിംഗ് വ്ലോഗ്. അപ്പോൾ നമ്മളിന്നൊരു ഈവനിങ് വ്ലോഗായിട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമുക്കൊന്ന് വിളക്ക് കഴുകാം. അപ്പോൾ നമുക്ക് വിളക്ക് കഴുകാം. ഫസ്റ്റ് നമുക്ക് ഈ പൂവൊക്കെ അങ്ങ് കളയാം. നമുക്കിതൊന്ന് കഴുകി വെക്കാം. നമ്മൾ അത് നനച്ച് വെക്കുകയാണ്. ഫസ്റ്റ് നമുക്കിതൊന്ന് തേച്ച് വെക്കാം. തേച്ച് നമ്മളിവിടെ വെക്കുക. അതിൽ അഴുക്കൊക്കെ ഇതാകും. നമ്മൾ ഈ കഴുകിയിട്ടുണ്ട്. നമുക്കിനി ഇതും കൂടെ കഴുകിയെടുക്കാം. നമ്മൾ കഴുകിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഏതാണോ സോപ്പ് വെച്ച് വെച്ചാൽ അതിൽ നിന്ന് തുടങ്ങാം. കണ്ടു, നല്ല വെട്ടിത്തിളങ്ങുന്നു. നമ്മൾ കഴുകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് വിളക്ക് പൂവൊക്കെ സെറ്റാക്കാം. ഒന്ന് കുടഞ്ഞെടുക്കാം. കുടഞ്ഞ് നമുക്കിനി പൂ വരച്ചു. ഫസ്റ്റാണ് നമുക്ക് ഇപ്പം വീണ് അയ്യാ ചെമ്പരത്തി.
ചെമ്പരത്തി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചെമ്പരത്തി ഉള്ളിൽ ഇത് കൊണ്ടുവച്ചിട്ട് അടുത്ത പറിക്കാം. വെളിയിലോട്ട് ഇറങ്ങി നല്ല ഇപ്പം കുറവാണ്. നമുക്ക് വെള്ളപ്പൂ അപ്പുറത്തൊരു ചെമ്പരത്തി ഉണ്ട്, അതിനകത്ത് പൂവുണ്ടോ നോക്കിയിട്ട് വരാം. നമുക്ക് ഇവിടെ തന്നെ ഒരു ഇവിടെ ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലായിരുന്നു പറിച്ചു. നീ വേണം. അയ്യോ, ഇവിടുത്തെ ചെമ്പരത്തി ഒന്നുമില്ല. ഉണ്ട്, പൂവുണ്ട്. വേറെ ഇവിടെ ഒരു വലിയ ചെമ്പരത്തി ഉണ്ട്. ഒരു പൂ. അയ്യോ, എത്തുന്നില്ല. കിട്ടി. ഇതൊക്കെ ഒന്ന് നനച്ചെടുക്കണം. കുറച്ചുകൂടെ പറിക്കാം, നല്ലതല്ലേ. ഇനി ഒന്ന് വെളിയിലോട്ട് പോയിട്ട് വെളിയിലോട്ട് പോകാൻ നേരത്തെ പകുതി എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഇത് നമ്മൾ അപ്പുറത്ത് നോക്കാൻ പോയത്. ഒന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ വ്യൂ. അപ്പുറത്ത് തന്നെ അമ്പലമാണ്. നമുക്ക് പൂവുണ്ട്. ഇവിടെ രണ്ടെണ്ണം താഴെ ഉണ്ടോന്ന്, ബാക്കിയെല്ലാം മണ്ടയ്ക്ക. ഈ മൂന്നെണ്ണം ഉണ്ട് ഇവിടെ. അങ്ങ് പറിക്കാം. ഈ ഉറുമ്പഞ്ഞിട്ട് കറയുള്ള പൂവ്, അത് കുഴപ്പമില്ല. എൻ്റെ മണ്ടയ്ക്ക് വെച്ച് പറിച്ചാൽ കറ വരത്തില്ല. നമ്മളിടയ്ക്ക് താഴെ നിന്ന് പറിക്കത്തില്ലേ തണ്ട്, അപ്പം കറ വരും. നമുക്കിനി വെള്ളപ്പൂവും കൂടെ കുറച്ച് വരയ്ക്കാം. ചുമ്മാ ഒരു രസം. അങ്ങനെ എന്തെങ്കിലുമപ്പോൾ നടക്കാമല്ലോ. ഇത്രയും മതിയോ? കുറച്ചിട്ട് വരയ്ക്കാം. അപ്പം വെള്ളപ്പൂ എത്തത്തില്ല. അപ്പം നമുക്ക് ഈ ഇവിടെ ഒരു കട്ട വെച്ചിട്ടുണ്ട്. ആൾ കയറി അയ്യോ നിൽക്കാം. എന്നാലും ഒന്നും എത്തത്തില്ല. എല്ലാം മണ്ടയ്ക്ക്. ഗൈസ് ഒന്ന് കിട്ടി. സ്ഥലവും ഇല്ലല്ലോ പിടിക്കാം. മൂന്നെണ്ണം എത്തുന്നതുള്ളൂ. പിന്നെ അവിടെ അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം ഉണ്ട്. അയ്യോ, വണ്ട് ഇപ്പം മൂന്നെണ്ണം കിട്ടുള്ളൂ. അറ്റാൻ മതി. പിന്നെ ഒരു പൂതും കൂടെ പറിക്കാം. കുഴപ്പമില്ല. എന്തായാലും ഇത്രയും. അയ്യോ, വണ്ട് ഇവിടെ എല്ലായിടത്തും വണ്ടാണല്ലോ. അയ്യോ ഗൈസ്, കൊട വണ്ടി പോയെന്ന് തോന്നുന്നു. പോയോ? പോയല്ലോ. പിന്നെ ഈ പൂവിനകത്തെല്ലാം കയറിയില്ല. അപ്പം ചെരി പൂരി പറ്റാം. പറഞ്ഞേ പറിച്ചോളാം മതി. അപ്പോഴത്തേക്ക് വണ്ട് വന്നു. അയ്യോ, നമുക്കിനി ഒന്ന് ട്രൈപോഡ് നമുക്ക് ഒരു ശരിക്കുള്ളത് കിട്ടും. നമുക്ക് മറ്റൊരു പിന്നെ 1.5 ഇങ്ങോട്ട് ഇത്രയും പൂ കിട്ടി. ഇത്രയും പൂവൊന്നും ഇവിടെ വെക്കാറില്ല. കണ്ട പോലെ അങ്ങ് അരച്ച്, അല്ലെ നാളത്തേക്ക് നിൽക്കട്ടെ. ഫസ്റ്റ് നമുക്ക് ചെമ്പരത്തി ഇതാക്കി കീറി ഇതാണ് കുറച്ച് ചെമ്പരത്തി അടുപ്പിച്ചിട്ട് കഴിക്കും.
നമുക്ക് കീസാണ് ഈ പൂവിൻ്റെ കേട്ടി കൊടുക്കാം ശരിക്കും. സ്ഥലമുണ്ടാക്കി കയറി പിന്നെ സെൻറ്റർ ഇത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റും. നമുക്കിത് രണ്ട് വയ്ക്കാം. ഇത് വേണ്ട, യൂസ് ചെയ്യാം. കാണില്ല, ഇവിടെ തന്നെ വെച്ചത്. ഇത് നമുക്ക് ഈ ഫ്രണ്ടിലത്തെ രണ്ട് സൈഡിലോട്ട് വെക്കാം. ഇത് പിന്നെ നമുക്ക് ചുറ്റിന് നാലാണ്. ഇത് നമ്മൾ മറ്റേ ചെറിയ പൂവാക്കാം. ഒന്ന് അകത്തെന്തോ വീണ ശബ്ദം. ആരും വീണല്ല, കൊച്ചനുണ്ടായിരുന്നു. കൊച്ചന് വീഡിയോ വരാമോ? കൊച്ചന് വീഡിയോ വരാമോ? വേണ്ട, ഇതാണ് കൊച്ചൻ. ഹായ്. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വിളക്കിരിക്കുന്നത്. കൊള്ളാമോ? എണ്ണ ഒഴിക്കട്ടെ? പാച്ചന വീഡിയോ വരുന്നത് നമുക്കൊരു തുളസി പഠിച്ചോണ്ട് വരാം. അയ്യോ, ചെരുപ്പിടട്ടെ. അല്ല, ഇവിടെ ഉണ്ട്. എല്ലായിടത്തും തുളസി ഇപ്പൊ കുറവ്. തുളസി എവിടാ? അന്ന് എന്തേലും ചെറുത് ഇവിടെ ഇവിടെ നട്ടുന്നത്. വെന്തിയോ? ഓ, എന്തി തുളസി? ഒരു തൈയുണ്ട്, അപ്പൊ നമുക്കത് പറിക്കാം. എന്തി നമുക്ക് തപ്പിട്ട് അപ്പുറത്തെ വീട്ടിലെന്താ വെച്ചാൽ ആളിരിക്കുന്നുണ്ട്. നോക്കിയിട്ട് കിട്ടി ഗൈസ്. ഉണങ്ങിപ്പോയി ഗൈസ്. വേണ്ട ഗൈസ്. പിന്നെ ഇവിടെ അടുത്തൊന്നുണ്ട്, നമുക്ക് നൈസ് പറിക്കാം. ഉണങ്ങിയല്ല തുളസിയല്ല ഗൈസ്, വേറുണ്ട്. എല്ലാം ഉണങ്ങി. കിത്തിരി കിട്ടി ഗൈസ്. തുളസി എന്നൊരു മൈലാഞ്ചി ചെടി വേപ്പിച്ചാൽ പോയി. തുളസി കിട്ടി. നമുക്ക് ചെടിപ്പിടിക്കണം. ഇതിനകത്തോട്ടിടാനാണ് നമ്മൾ തുളസി. എന്ത് നമുക്കിനി വിളക്ക് തിരി, ചണത്തിരി, അത് മതി. ചണത്തിരി വല്ലാത്ത സ്മെല്ല്. അപ്പം നമുക്ക് വേറെ ഉണ്ടോ? മുല്ലപ്പൂവിൻ്റെയാണ് ഗൈസ്. വേറൊന്നും നല്ല സ്മെല്ല. ഒരു സ്മെല്ല് അറിയുന്നില്ല, പക്ഷെ അത് വല്ലാത്ത സ്മെല്ലാണ് അറിയുന്നത്. നമ്മൾ രണ്ട് തിരി എടുക്കാം.
പിന്നെ നമുക്ക് എണ്ണയും തീപ്പെട്ടിയില്ല. തീപ്പെട്ടി എണ്ണ ചന്ദനത്തിൽ വേറെ ഉണ്ട്. നോക്കാം ഗൈസ്, ചന്ദനത്തിൽ വേറെ ഇല്ലേ? ആറ് മണിയായി ഗൈസ്. എണ്ണ മാത്രം നമ്മൾ ഇവിടെ തന്നെ തീരെ ഫസ്റ്റ് ഒന്നവിടെ മുങ്ങുന്നു. കുറച്ചുകൂടെ ഇത് തിരികെ വെളിയിലോട്ടുള്ള ആൾക്ക് നമുക്ക് ചെന്നൈത്തിൽ നമുക്ക് ഇല്ല കത്തിക്കാം. വെട്ടം പോലെന്ത് ലൈറ്റൊരു കറക്കം. നമ്മളെ ചെന്നത്തിരി കത്തിക്കാം. ഓ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അകത്ത് കത്തിക്കുന്നില്ല ഗൈസ്, നമ്മൾ വെളിയിൽ മാത്രമേ കത്തിക്കുന്നുള്ളൂ. നമുക്ക് നടക്കാം, കത്തിക്കുന്നില്ല, വെളിയിൽ കത്തിക്കുന്നു. എന്തിനാ കൂടി ചെറുത് പോയി ഒടിഞ്ഞു പോയത്. നമ്മുടെ കയ്യിൽ ചെറിയ ഏതോ എണ്ണത്തിൻ്റെ നമ്മൾ എന്തോ ചെയ്യുന്നറിയോ ഈ എണ്ണയ്ക്കത് വെളിയിൽ കത്തിക്കുന്നതാണ്. ഇന്ന് വല്ലാത്ത സ്മെല്ലാണ് പറഞ്ഞ് കത്തിക്കുന്നത്. വെളിയിലോട്ട് കത്തിച്ച് 1 2 3 കത്തിച്ച് നല്ല സ്മെല്ല്. മുല്ലപ്പൂവിൻ്റെ പിന്നെന്തോ വാടാ ആണ്. മുല്ലപ്പൂ ഇംഗ്ലീഷിൽ
സാധനം ഫ്രീ 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 തീപ്പെട്ടി കിട്ടി ഗൈസ്. വലിക്കാൻ പറ്റണ്ടേ? ശരിക്കും തട്ടി വലിയ തീപ്പെട്ടിയാ. വലിയ തീപ്പെട്ടി കൊള്ളാം. ഒന്ന് കത്തിച്ചോ. അല്ല വലിയ ഇതാ കൊള്ളാം. നല്ലത്. ഏത് ബ്രാൻഡാണ്? ഏത് ബ്രാൻഡ്? കത്തിച്ചോ. എത്ര നേരം ഈ തീ കത്തിച്ചിട്ട് വെള്ളത്തിലോട്ട് നല്ല പോയി കത്തിക്കാം. 장난들이 어디 참 അതിനിടയ്ക്ക് ഓടെ പോയി ഇവിടോട്ടാണ് ഒന്ന് ഇപ്പം വീണേന് ഒന്ന് നമ്മളിവിടെ ഒരു ചെടിച്ചട്ടിയിലാണ് ഇതിൻ്റെ തന്നെ സെയിം ചെടിക്ക് ഓപ്പോസിറ്റ് ഉണ്ട്. അത് കല്ല് കിടക്കുക. കറണ്ട് പോയി. കണ്ണ് നമുക്ക് പിടിച്ചിട്ട് ട്യൂഷൻ നടക്കുവാണ്. കുത്തിട്ട് വരാം. കുത്താം. നല്ല സമയം പറ്റേ. നമ്മൾ സെക്കൻഡ് ഫ്രണ്ടിൽ നിന്ന് സെക്കൻഡുള്ള ചെടിയിലാണ് കുത്തി. സെക്കൻഡ് ഇവിടെ അയ്യോ കയ്യിലിപ്പോൾ വേണ്ടേന്. ഇവിടെ കയറാൻ പാടാണ്. കയറി നമുക്കിനിയും പോകാം. പോണം കണ്ടല്ലോ. ഇന്നലെ പഠിത്തലോട്ട് പോവാണേ. പഠിത്തലോട്ട് പോവാ. വന്ന് പോയിട്ടരാം. പഠിത്തേ ഫോൺ വീഡിയോ എടുക്കുക. നമുക്ക് അതേ ഒന്ന് എടുത്ത് വെച്ചിട്ട് മറന്നുണ്ട് എടുത്ത് വെക്കുന്നത്. നമുക്ക് അവിടെ ട്യൂഷനാണ് പഠിക്കുക. ട്യൂഷനാണ് നോക്കിയിട്ട് നമുക്ക് പതുക്കെ സർപ്രൈസ് ആയിട്ട് പോവാം. കാണിക്കാം നിങ്ങളെ.
കാശ് തിരിക്കാൻ പറ്റത്തില്ല, പാടാം. അല്ല ഇങ്ങനെ കാണിക്കാം. വെറുതെ ഫോൺ തിരിച്ച് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. നമുക്ക് പതുക്കെ സംസാരിക്കാം. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് വീട്. രണ്ട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവരോടങ്ങ് പറയാം. കണ്ടു ഗൈസ്, അവരുടെ മുഖം കാണിക്കുന്നില്ല. ഒരാൾ മുഖം കാണിക്കാൻ നോക്കി. ഇതാണ് ഒരാൾ സാത്ത്. ശരിക്കും മുഖം കാണിക്കുന്നില്ല. വീട്ടിൽ പ്രശ്നമായാലോ പറയല്ലേ. ഭയങ്കര ശബ്ദമാണ് ഗൈസ് കേൾക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ പോകും. മരിച്ചാൽ കൊടിമരം വെച്ചാല് കൊടി കമ്പൊക്കെ കിട്ടും. എന്നിട്ട് പിന്നെ അത് നാട്ടി വെക്കും. അതാണ് കൊടിമരം. ട്യൂഷൻ വീഡിയോ ദേവു ആഷ് അടുത്തല്ലാരും സാരംഗ് സാത്തിൻ്റെ നേത്തി കിച്ച് താൻ ഇവിടുത്തെ ടീച്ചർ മിനിയപ്പ. വീഡിയോ എടുക്കുക യൂട്യൂബിൽ. നമുക്ക് പോവാം. ടാറ്റ ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ടാറ്റ ഫ്രൈസ് വീഡിയോ എടുക്കാണ്. അതുകൊണ്ട് ചേച്ചി ആ മൂന്നെടുക്കുമോ? വീഡിയോ എടുക്കുക. ബാപ്പൊക്കെ ഗൈസ് ഒരു സാധനം വീണ്. ആരെങ്കിലും മൊക്ക അപ്പുറത്തുനിന്ന് വെച്ചോ. ഇപ്പൊ വീണല്ലേ. ഇത് ഈ മേക്കപ്പ് ഇടരുത്. മകളെല്ലാം കാണിച്ചു, എല്ലാവരും കാണിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അടിച്ചോടിക്കുക. ബൈ ബൈ പറ. ബൈ. ആപ്പിൾ